റബ്ബർ ബോർഡ് ചെയർമാനായി എൻ ഹരി സ്ഥാനമേറ്റു. ഇന്ന് രാവിലെ 11:45 എൻ ഹരി റബ്ബർ ബോർഡിന്റെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റത്. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ, റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പുതിയ ചെയർമാനെ സ്വീകരിച്ചു. റബ്ബർ കൃഷിയിലേക്ക് യുവതലമുറയെ ആകർഷിക്കാൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും ചെയർമാനായി സ്ഥാനമേറ്റ ശേഷം എൻ ഹരി മാധ്യമങ്ങളോട് പറഞ്ഞു. റബ്ബർ ബോർഡും റബ്ബർ കർഷകരുമായുള്ള അകലം ഇല്ലാതാക്കും. റബ്ബർ ടാപ്പിംഗ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകുമെന്നും എൻ ഹരി പറഞ്ഞു. വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് റബ്ബർ മേഖലയെ ഒന്നാമതെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താഴേക്കിടയിലേക്ക് ജനങ്ങളിലേക്ക് അതിന്റെ അവയർനെസ് എത്താത്തതിന്റെ ഒരു പ്രശ്നമാണ്. അവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് വ്യക്തമായ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ വ്യവസായങ്ങളെല്ലാം നേരത്തെ ഇവിടെയുള്ള എനിക്കറിയാം 3 വർഷമായിട്ടിരുന്നുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വ്യവസായങ്ങളെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുക. പക്ഷെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നമ്മുടെ യുവാക്കളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട അതിനകത്ത് വ്യവസായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം ചിങ്ങവനത്ത് വ്യവസായ പാർക്കുണ്ട്, അവിടുത്തെ പ്രശ്നം കേരള സർക്കാരുമായി ചേർന്ന് ലൈസൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങൾ കേരള സർക്കാരുമായി തന്നെ നമ്മൾ ആലോചിക്കും. പക്ഷെ വ്യവസായ സൗഹൃദമാക്കിക്കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് റോ മെറ്റീരിയൽസ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കതിന്റെ വിപണനം കണ്ടെത്തുന്നതും ബോർഡ് തന്നെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക്, കാരണം നമുക്കത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. കർഷകരുമായി നല്ല ബന്ധം നിലനിർത്തി റബ്ബർ മേഖലയെ സാമ്പത്തിക സ്ഥിരതയുള്ള സംവിധാനമാക്കി മാറ്റിയെടുക്കുമെന്നും എൻ ഹരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.